പരിശുദ്ധമാകപ്പെട്ട ഇസ്ലാമിലെ ഏറ്റവും ദരിദ്രനായ സ്വഹാബി ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ബനു അസ്ലം ഗോത്രത്തിൽ നിന്നുള്ള ഒരു ദരിദ്രനായ അദ്ദേഹം തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. തൻ്റെ ജീവിതത്തിൽ കഴിയുന്നത്ര പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കൂടെയായിരിക്കണമെന്ന് സ്വന്തം ഇഷ്ടപ്രകാരം നബി തങ്ങളുടെ ഒരു സേവകനാകാൻ അഭ്യർത്ഥിച്ചു. പരിശുദ്ധമാകപ്പെട്ട ഇസ്ലാമിൻ്റെ അതിഥികൾ എന്ന് വിളിക്കപ്പെടുന്നതും നബി തങ്ങളിൽ നിന്ന് ദാനം സ്വീകരിക്കുന്നതുമായ ദരിദ്രരായ മുസ്ലിമീങ്ങൾക്കൊപ്പം അദ്ദേഹം പള്ളിയിലെ സുഫയിൽ താമസിച്ചു. റബീഉൽ അവ്വൽ 12-ാം തീയതി വെള്ളിയാഴ്ച നബി തങ്ങൾ മദീനയിലേക്കെത്തി. പ്രവാചകൻ എത്തിയപ്പോൾ ആദ്യം ചെയ്തത് തൻ്റെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് പള്ളി പണിയുക എന്നതായിരുന്നു. ആ സ്ഥലം 2 അനാഥ കുട്ടികളുടേതായിരുന്നു. മുമ്പ് അത് ബഹുദൈവ വിശ്വാസികളുടെ ഒരു ശ്മശാനമായിരുന്നു. മുസ്ലിമീങ്ങൾ പള്ളിയുടെ മസ്ജിദുൻ നബി പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു. പ്രവാചകന്റെ വീട് പള്ളിയിലായിരുന്നു. കുടുംബമോ വീടോ ഇല്ലാത്ത മുസ്ലിമീങ്ങൾക്ക് ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. സുഫയിൽ താമസിച്ചിരുന്ന സ്വഹാബികളിൽ റബീഉ ഇബ്നു കഅബും ഉണ്ടായിരുന്നു. മദീനയിലെ മസ്ജിദിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ട ഭവനരഹിതരായ കൂട്ടാളികൾക്കായി നീക്കിവച്ചിരിക്കുന്നു. അവിടെ താമസിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായ ദരിദ്രനായ സഹചാരിയായിരുന്നു റബീഉ ഇബ്നു കഅബ്. പ്രവാചകന്റെ സേവനത്തിനായി അദ്ദേഹം സ്വയം സമർപ്പിച്ചു. പ്രവാചകന് വുളൂ എടുക്കാനായി അദ്ദേഹം വെള്ളം ഒഴിക്കുകയും മറ്റു സേവനങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. പ്രവാചകനെ സേവിക്കാൻ അദ്ദേഹം സ്വയം സമർപ്പിച്ചു. പ്രവാചകനെ സേവിക്കാൻ അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചതിനാൽ അദ്ദേഹം തൻ്റെ വീട്ടിൻ്റെ മുൻവാതിലിൽ അവിടെ ഉറങ്ങുമായിരുന്നു. അതിനാൽ പ്രവാചകൻ അദ്ദേഹത്തെ വിളിച്ചാൽ ഉടൻ തന്നെ പ്രവാചകന്റെ സേവനത്തിലേക്ക് ഓടാൻ കഴിയും. ഒരിക്കൽ നബി തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ റബീഅ ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക് എന്ന് മറുപടി നൽകി. പ്രവാചകൻ റബീഅയുടെ സേവനങ്ങൾക്ക് പ്രതിഫലം നൽകാനും അവനോട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കാനും ആഗ്രഹിച്ചു. തനിക്ക് എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കാൻ റബീഅ കുറച്ച് സമയം ചോദിച്ചു. ദരിദ്രനായതിനാൽ സമ്പത്ത് ചോദിക്കാൻ അദ്ദേഹം ആലോചിച്ചു. പക്ഷേ പിന്നീട് തീരുമാനം മാറ്റി. പ്രവാചകൻ രണ്ടാമതും എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ റബീഅ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതൻ്റെ കൂടെ സ്വർഗത്തിൽ നിങ്ങളുടെ സഹവാസം എനിക്കും വേണം. മറ്റെന്തെങ്കിലും വേണോ എന്ന് പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു. പക്ഷേ റബീഅ ഇല്ല എന്ന് പറഞ്ഞു. അതുമാത്രമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിനാൽ നബി തങ്ങൾ അദ്ദേഹത്തോട് സുജൂദ് വർദ്ധിപ്പിച്ച് സ്വയം സഹായിക്കാൻ പറഞ്ഞു. അതിനുശേഷം റബീഅ എപ്പോഴും സുജൂദ് ചെയ്യുന്നതായി കാണപ്പെട്ടു.